അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് അവൻ തന്നെയാണ് വെൽക്കം ചെയ്തിട്ടുള്ള എല്ലാവരെയും. വെൽക്കം ഗെയ്സ് എന്നാണ് പറയുന്നത്, ചിലർക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഓക്കെ ഗെയ്സ്, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മുടെ മസ്കറ്റിലെ വില്ലേജിൻ്റെ അടുത്തുകൂടെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയത് മുതലേ അവൻ്റെ ഒരു ഏരിയ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് ഗെയിമിംഗ് സോണ്, കിഡ്സ് ഏരിയ, അങ്ങനെയുള്ള ഏരിയാസാണ് അവൻ മെയിനായിട്ട് നോക്കുക. വേറെ ഏതോ അവൻ നോക്കിക്കൊണ്ടിരിക്കില്ല. അങ്ങനെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ടൈം ഓടി അവന് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഞങ്ങളിങ്ങനെ അതിൻ്റെ എൻട്രൻസൊക്കെ കയറി കുറച്ച് ഉള്ളോട്ട് വന്നപ്പോൾ ഇതിങ്ങനെ ഒരു ഓപ്പൺ ഫുഡ് കോർട്ട് ഏരിയ ആണ്. ആൻഡ് ഇവിടെ എല്ലാ ഷോപ്സും ഓപ്പൺ ആയിട്ടില്ല. വലിയ പെരുന്നാളോടനുബന്ധിച്ചായിരിക്കും മെയിൻ ഓപ്പണിങ് ഇവിടെ വരുന്നത്. അപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഓപ്പൺ ആവുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ നല്ല തിരക്കായിരിക്കും. അങ്ങനെ കുറച്ചും കൂടെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വയലെത്തിയപ്പോൾ ആൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുക. കളിക്കാനൊന്നുമില്ല ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവിടെ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി പുള്ളിക്കാരൻ ഹാപ്പിയായി. അവൻ്റെ ഒരു ഗെയിമിംഗ് ഏരിയയിലോട്ട് എത്തിയവന്. പിന്നെ ടിക്കറ്റ് എടുക്കാനുള്ള ടൈമൊന്നും പുള്ളിക്ക് ഉണ്ടായില്ല. അപ്പോഴേക്കും വണ്ടിൻ്റെ ഉള്ളിൽ കയറി അവൻ്റേതായ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനടുത്തായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, 1-2 പേരിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള ആകാംക്ഷയിൽ ഞാനും കുറച്ച് സമയം അവിടെ നോക്കി നിന്നു. ലാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ടേബിളിൽ വെച്ചിട്ടുള്ള 3 തിങ്സ് ഉണ്ട്, ഒരു കോൺ ഷേപ്പിലുള്ള. അത് നമ്മൾ ഈ ഗണ്ണ് ഉപയോഗിച്ച് അടിച്ച് താഴെ ഇടുകയാണെങ്കിൽ നമുക്ക് 2 റിയാൽ കിട്ടും. വീണ്ടും നമ്മൾ 2 റിയാൽ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ 3 താഴെ ഇടുകയാണെങ്കിൽ നമുക്ക് 5 റിയാൽ കിട്ടും. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ ഗെയിം വരുന്നത്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പിനെ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവരും അവിടെ സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പഠിച്ചിട്ട് പോയി. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് അയ്യാശും എൻ്റെ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവനോട് ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവന് പേടിയാണെന്ന് പറഞ്ഞു. സോ ഞാൻ തന്നെ ഒരു ടൈമും കൂടെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതും ഫലം ഉണ്ടായില്ല. then ഞങ്ങൾ തിരിച്ചു പോരാന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അയാശ് വേറൊരു പ്ലേസിലോട്ട് ഓടിപ്പോയി. ലാസ്റ്റ് അവൻ എത്തിയത് അവൻ്റെ ഗെയിമിംഗ് സോണിലായിരുന്നു. അവിടെ ഇരുന്ന് അവൻ കുറച്ച് എൻജോയ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. കുറച്ച് ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് അവന് ടയേർഡായപ്പോൾ തിരിച്ച് പോരാമെന്നിരുന്നു. അങ്ങനെ തിരിച്ച് പോരുമ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റ് കാണുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ടൈം ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കായിരുന്നു. എന്താണ് ഇഷ്ടം? മൊമാനെ ഇഷ്ടം? പൊമാനെ ഇഷ്ടം? നുറുമു പോയിട്ട് പറയോ നാട്ടിൽ പോണെന്ന്? അതാ. അപ്പോൾ പിന്നെ നാട്ടിൽ പോണാ? ഞൊമാലിൽ നിൽക്കല്ലേ നമ്മള്? അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അവനിപ്പോൾ ഇവിടെ സെറ്റായിട്ടില്ല. ഒരു 1 മന്ത് ആവറായി ഇപ്പോൾ ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഈ നാട്ടിൽ പോകണം, തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.